അതെ, ഇന്ന് പാൽക്കപ്പയാണ് ഉണ്ടാക്കുന്നത്. ഇത് ചെമ്മീൻ കറി, ബീഫ് ഫ്രൈ, മീൻ കറി ഇതിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലൊരു ഡിഷാണ്. അതിനായിട്ട് 3/4 കിലോ കപ്പ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ കപ്പ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ആ നേരത്ത് കട്ടിയുള്ള 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഓരോ കപ്പ് എടുത്തു വെക്കാം. ഇനി പാൽക്കപ്പയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല എരിവുള്ള 3 പച്ചമുളകും 10-12 ചെറിയ ഉള്ളിയും 2-3 തണ്ട് കറിവേപ്പിലയും എടുത്തു വെക്കാം. ഈ സമയത്ത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ഒരു പാതി വേവാകുമ്പോൾ നമുക്ക് അത് ഊറ്റി മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് ആ കപ്പ എടുത്ത് വെച്ച ശേഷം അതിലേക്ക് 2-ാം പാലും 3-ാം പാലും ആവശ്യമുണ്ടെങ്കിൽ 4-ാം പാലും എടുത്ത ശേഷം ഇട്ട് വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ആ നേരത്ത് നമുക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് വെക്കാം. ഈ സമയത്ത് കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന നല്ല കുറുകുന്ന കപ്പയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ലത്. ഇനി അതൊരു മാഷർ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൂടെ നമുക്ക് 1-ാം പാലും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെക്കാം. ഇനി ഇതിൽ ഒരു താളിപ്പ് ചേർക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കറിവേപ്പിലയും ഉള്ളിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വഴറ്റി ഈ പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് ശേഷം മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ചൂടോടുകൂടി നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. താങ്ക്സ് ഫോർ വാച്ചിങ്.